മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആശാ വർക്കർമാരും ആയമാരും കോതമംഗലത്ത് ആഹ്ലാദ പ്രകടനവും സമ്മേളനവും നടത്തി. INTUC താലൂക്ക് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. മുഖ്യമന്ത്രി വി.ഡി. സതീശനും UDF സർക്കാരിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കോതമംഗലം ആസ്ഥാന ആശുപത്രിയുടെ മുന്നിൽ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് യൂണിയൻ INTUC ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും നടത്തി. കോതമംഗലം താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രകടനത്തിലും സമ്മേളനത്തിലും നിരവധി ആശാപ്രവർത്തകർ പങ്കെടുത്തു. INTUC താലൂക്ക് പ്രസിഡന്റും DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആശാമാർ തിരുവനന്തപുരത്ത് നടത്തിയ ഐതിഹാസികമായ സമ്മേളനങ്ങളിൽ അവർ വലിയ ആനുകൂല്യം ഒന്നും ചോദിച്ചില്ല. ഒരു 700 രൂപ ഡെയിലി ഞങ്ങൾ 24 മണിക്കൂറും ജോലി ചെയ്യുന്നവരാണ്. ഒരു 700 രൂപ വെച്ച് 21,000 രൂപ ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ ഈ കാലം അത്രയും പണിയിട്ട് പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് യാതൊരു ആനുകൂല്യമില്ല. എല്ലാവർക്കും പെൻഷനുണ്ട്, മറ്റെല്ലാ ആനുകൂല്യമുണ്ട്. ഞങ്ങൾ ഇത് വെറുതെ പോകേണ്ട അവസ്ഥയാണ്. അങ്ങനെ ന്യായമായ ആവശ്യം ഉന്നയിച്ച് അവർ മുന്നോട്ട് പോയപ്പോൾ അവരെ സമരത്തിൽ അടിച്ചമർത്താനും ആ സമരക്കാരുമായി ഒന്ന് ചർച്ച ചെയ്യാൻ പോലും പിണറായി വിജയന്റെ ഗവൺമെന്റ് തയ്യാറായില്ലായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങളെയും വെയിലിട്ട് ആ സെക്രട്ടറിയുടെ മുമ്പിൽ പാവപ്പെട്ട ആശമാർ ദിവസങ്ങളോളം അവരുടെ ഒരു അതിജീവന സമരവുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെ മൈൻഡ് ചെയ്യാൻ, അതിനെ ഒന്ന് മുകളിലെടുക്കാൻ ഈ തൊഴിലാളി സർക്കാർ എന്ന് പറയുന്ന CPM-ന്റെ സർക്കാരോ മുഖ്യമന്ത്രി പിണറായി വിജയന് തയ്യാറായില്ല. ആ സമയം തന്നെ കുടുംബത്തിലെ രാജ്യത്ത് 3 ലക്ഷം രൂപ PSC എന്നതിൽ വർദ്ധിപ്പിച്ച രൂപയായിരുന്നു. UDF സർക്കാർ അധികാരത്തിലെത്തി ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാമാരുടെ വേതനം 3000 രൂപയായി വർദ്ധിപ്പിച്ച നടപടിയെ അദ്ദേഹം അഭിനന്ദിച്ചു. പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തൊഴിലാളികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആശാ വർക്കേഴ്സ് യൂണിയൻ താലൂക്ക് പ്രസിഡന്റും INTUC മഹിളാ വിഭാഗം ജില്ലാ പ്രസിഡന്റുമായ ചന്ദ്രലേഖ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. മുൻ മുനിസിപ്പൽ ചെയർമാനും KPCC മുൻ നിർവാഹക സമിതി അംഗവുമായ KP ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോർജ്, മഞ്ജു സാബു, ഷിജില ഷിയാസ്, ജിജി സാജു, മേഘ ഷിബു, ജിജി എൽദോസ്, മിനി മാത്യു, ജോമോൾ സജി, സഫിയ, ലിസി യാക്കോബ്, ലില്ലി പൗലോസ്, ഉഷ കൃഷ്ണൻ, ശശി കുഞ്ഞുമോൻ, ബഷീർ പുല്ലോളി, സുരേഷ് ആലപ്പാട്ട്, അനിൽ രാമൻ നായർ, MA പ്രഹ്ലാദൻ, റസീമ അലി എന്നിവർ പങ്കെടുത്തു. മീഡിയ 60 കോതമംഗലം.